നമസ്തേ. നമ്മുടെ തൊട്ടയൽപക്ക രാജ്യമായ പാകിസ്ഥാനെ നാണക്കെടുത്തിക്കൊണ്ട് ഇന്ന് ഇന്ത്യയിൽ വലിയ ഒരു ഉച്ചകോടി നടക്കുകയാണ്. വലിയതെന്ന് പറഞ്ഞാൽ വലിയൊരു മെഗാ ഉച്ചകോടി നടക്കുകയാണ്. ആ ഉച്ചകോടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആരബ് ഉച്ചകോടിയാണ്. ആരബ് ഉച്ചകോടി എന്ന് പറഞ്ഞാൽ വളരെ സുപ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നടക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം മതത്തിൻ്റെ ഡെമോഗ്രഫിയുള്ള ജനസംഖ്യയുള്ള ഇന്ത്യയിൽ വെച്ച് നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഇസ്ലാമിനെ ഇന്ത്യ ദ്രോഹിക്കുന്നു, കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യ സമര സേനാനികളെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ നിരന്തരം ഐക്യരാഷ്ട്രസഭയിൽ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ടൂൾ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന പാകിസ്ഥാനെ അപ്പാടെ നാണം കെടുത്തുന്ന ഒന്നാണിത്. കാരണം ഇതിൽ പങ്കെടുക്കുന്നത് പാകിസ്ഥാൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഖത്തറുണ്ട്, അതുപോലെ തന്നെ ജോർദാനുണ്ട്, ഈജിപ്റ്റുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം പലസ്തീൻ ഉണ്ട്. പലസ്തീൻ രാജ്യത്തിൻ്റെ പ്രതിനിധിയുണ്ട്. യുദ്ധം കൊണ്ട് തകർന്നു തരിപ്പണമായിട്ടുള്ള പലസ്തീനിൻ്റെ നാട്ടിൽ നിന്നും അത് പ്രതിനിധി എത്തിയിരിക്കുന്നത് വെറുതെ അല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സഹായം ഞങ്ങൾക്ക് വേണം, ഇന്ത്യയുടെ സഹായം ഞങ്ങൾക്ക് വേണം പാലസ്തീൻ്റെ റീകൺസ്ട്രക്ഷന്, അതായത് പുനരുദ്ധാരണത്തിന്. യുദ്ധം കൊണ്ട് തകർന്നു തരിപ്പണമായ ആശുപത്രികൾ, സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാം വീണ്ടും പുനരുദ്ധരിക്കുന്നതിന് ഞങ്ങൾക്ക് ആവശ്യം ഇന്ത്യയുടെ സഹായമാണ്. ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അവർ അമേരിക്കയുടെ സഹായം ചോദിക്കുന്നില്ല, ഇസ്രായേലിൻ്റെ സഹായം ചോദിക്കുന്നില്ല, വളരെ സമ്പന്നമാണ് ഇസ്രായേൽ. പക്ഷേ ഇന്ത്യയുടെ സഹായം വേണം, അതാണ് പ്രധാനം. പാകിസ്ഥാൻ്റെ സഹായമില്ല, കാരണം ഒന്നുമില്ല. അവരിതുപോലെയുള്ള കുൽസിതമായിട്ടുള്ള യുദ്ധങ്ങൾ ചെയ്തും ഗുപ്ത യുദ്ധങ്ങൾ ചെയ്തും ഇന്ത്യയെ ബ്ലീഡ് ചെയ്യാനും നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ട് അവർ തന്നെ സ്വയം നശിച്ചു. ഇന്ത്യ ഉത്തരോത്തരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചാ നിരക്കുമായിട്ട്. അതിനിടയിലാണ് മോദി ഉദ്ഘാടനം ചെയ്യുന്ന ഇസ്ലാമിക് സമ്മിറ്റ്, ആരബ് സമ്മിറ്റ് ഇന്ത്യയിൽ വെച്ച് നടത്തപ്പെടുന്നത്. ആരബ് രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ സൗഹൃദം അതേപടി നിലനിർത്തുന്ന രീതിയിലാണ്. പാകിസ്ഥാൻ എത്ര തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കുകയില്ല എന്ന് ഇന്ത്യയുടെ നയതന്ത്രം അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം പ്രതിനിധികൾ യാതൊരു കലവറയുമില്ലാതെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേറൊരു കാര്യം കൂടി ആലോചിക്കാനുണ്ട്. ഇറാന് നേരെ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് പറയുമ്പോൾ അവിടെ വിരിപ്പ് ഒരുക്കുന്ന, അവർക്ക് വന്നിറങ്ങാൻ വേണ്ടി പരവതാനി വിരിക്കുന്ന അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഈ പ്രാവശ്യം ഇല്ല, ഇറാനെ ആക്രമിക്കാൻ ഒരു തരത്തിലും ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾ അനുവദിക്കുകയില്ല. കരയിലായാലും കടലിലായാലും, ഞങ്ങളുടെ കടലിലോ ഞങ്ങളുടെ കരയിലോ ഞങ്ങളുടെ ആകാശത്തോ നിങ്ങളുടെ വിമാനങ്ങളോ മിസൈലുകളോ പറക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് അശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തു. ഒരു പരമാധികാര രാജ്യത്തെ മറ്റൊരു പരമാധികാര രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ആ കാടൻ നയത്തോട്, ആ മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്ന, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ആ നയത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് അറബ് രാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയോടൊപ്പം ഇതുവരെ കുവൈറ്റ് യുദ്ധത്തിൻ്റെ കാലത്തും അതുപോലെ തന്നെ ഒരു ഘട്ടം വരെ ഇസ്രായേൽ നടത്തിയ യുദ്ധങ്ങൾക്കും ഒപ്പം നിന്ന അറബ് രാജ്യങ്ങളാണിപ്പോൾ അവരുടെ നയമൊന്ന് മാറ്റി ചവിട്ടിയിരിക്കുന്നു. കാരണം അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം അമേരിക്ക ഒറ്റപ്പെട്ടിരിക്കുന്നു. യൂറോപ്പിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞു. യൂറോപ്പും അമേരിക്കയും തമ്മിൽ ഈ ചുങ്കത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല യുദ്ധം വരാൻ പോകുന്നത്, സൈനികമായിട്ടും യുദ്ധം വരാൻ പോവുകയാണ് ഗ്രീൻലാൻഡ് പ്രശ്നത്തിൽ. അതുപോലെ തന്നെ കാനഡ അമേരിക്കയുമായിട്ടുള്ള എല്ലാ സൗഹൃദങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്നു. ചൈനയുമായിട്ട് വലിയൊരു സാമ്പത്തിക കരാറിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, കാനഡയുടെ ഒരു പ്രദേശം അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് അത് ഇളക്കിവിടാൻ, അവിടെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാൻ അമേരിക്ക താങ്ങായി നിൽക്കുകയാണ്. ആ തീവ്രവാദികളെ, നമ്മുടെ ഖാലിസ്ഥാൻവാദികളെ പോലുള്ള തീവ്രവാദികളെ അവർ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ നൽകാം എന്നും പറഞ്ഞിരിക്കുകയാണ്. അതായത്
അമേരിക്കയോടൊപ്പം ഒട്ടിച്ചേർന്ന് അമേരിക്കയുടെ അടിമയായി നിങ്ങൾ നിന്നില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ ഛിന്നഭിന്നമാക്കുമെന്നുള്ളൊരു സൂചനയാണ് നടത്തുന്നത്. അതൊന്നും കാനഡയുടെ ഗവൺമെൻറ്റിനെ തളർത്തുന്നില്ല. പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കരാറുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് മാർച്ചിൽ ഇന്ത്യയുമായിട്ട് സമഗ്രമായിട്ടുള്ള ഒരു വ്യാപാര കരാർ ഒപ്പിടാൻ പോവുകയാണ്. മാർച്ചിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരികയാണ്. അദ്ദേഹം കാർണി ഇന്ത്യയിലേക്ക് വരികയാണ്. അദ്ദേഹം സമഗ്രമായ ഒരു കരാറിൽ നരേന്ദ്രമോദിയുമായി ചേർന്ന് ഒപ്പിടാനും പോവുകയാണ്. അതിൽ വരുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം പോലും അതിൽ ഉൾപ്പെടുന്നുണ്ട്. യുറേനിയം ഉൾപ്പെടെയുള്ള ഡിഫൻസ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സംഗതികളുടെ ഒരു കൈമാറ്റം ഉൾപ്പെടുന്ന വമ്പിച്ച ഒരു വ്യാപാര കരാറാണ് അതിലൂടെ ഉരുത്തിരിയാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഒന്നുകൂടി ശക്തമാവുകയാണ്, കാനഡയും ഒന്നുകൂടി ശക്തമാവുകയാണ്. അങ്ങനെ ലോക രാജ്യങ്ങൾ, യൂറോപ്പ് ഒന്നായിട്ട് ഇപ്പോൾ അമേരിക്കയ്ക്കെതിരായി യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള മദർ ഓഫ് ആൾ ഡീൽസ് എന്ന് പറയുന്ന കരാർ ഇന്ത്യ ഒപ്പിട്ട് കഴിഞ്ഞു. ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDPയുടെ മൊത്തം സ്വത്തിൻ്റെ മുഴുവൻ 25% ഉൾപ്പെടുന്ന ഒരു കരാറാണത്. ലോക വ്യാപാരത്തിൻ്റെ 33% ഉൾക്കൊള്ളുന്ന ഒരു ഡീലാണ്. അതുകൊണ്ടാണ് അതിനെ മദർ ഓഫ് ആൾ ഡീൽസ് എന്ന് യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഉർസുല വാൻ ഡെർ ലെയൺ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത്രയും ഒരു കരാറും ഒപ്പിട്ടുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ കാനഡയുമായിട്ട് കരാർ ഒപ്പിടുന്നുണ്ട്, ബ്രിട്ടനുമായിട്ട് നമ്മൾ കരാറിട്ടിട്ടുണ്ട്. അതുകൂടാതെ യൂറോപ്പിലെ ഫ്രീ ട്രേഡ് കൺട്രീസ് എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡ്, നോർവേ ഉൾപ്പെടെ 3 രാജ്യങ്ങളുമായിട്ട് നേരത്തെ തന്നെ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ അമേരിക്കയുമായിട്ടൊരു കരാർ ഇനി ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ളൊരു സുസ്ഥിരവും ഭദ്രവുമായ സ്ഥിതിയിൽ ഇന്ത്യ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കരാറിൽ ഒപ്പിടുമെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ പുറകെ നടക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം അമേരിക്ക ഈ 50% ചുങ്കം ഒക്കെ ഏർപ്പെടുത്തിയത് ഇന്ത്യ വഴിക്ക് വരും എന്ന് വിചാരിച്ചാൽ ഇന്ത്യ അങ്ങ് പേടിച്ചു പോകും, തകർന്നു പോകും, തളർന്നു പോകും എന്നാണ് നമ്മളെല്ലാം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ തകർന്നില്ല, തളർന്നില്ല, തൻ്റെ ഇടത്തോട് ധീരമായിട്ട് നേരിടുകയാണ്. ഇപ്പോൾ ഇതാ അറബ് സമ്മിറ്റ് നടത്തുകയാണ്. ഈ അറബ് രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് പണ്ട് ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം താറുമാറായിരിക്കുന്നു. അമേരിക്കയെ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഇന്ത്യയെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പാലസ്തീൻ പറയുന്നത്, നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പുനരുദ്ധാരണത്തിന്, റീകൺസ്ട്രക്ഷന്, പുനർനിർമ്മാണത്തിന്. അത് പലസ്തീൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള വാട്സൺ അഫ് ബേക്കൻ ഷഹീമാണ്, ഷഹാമല്ല, ഷഹീം എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലെ ഈ സബ്മിറ്റിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യോർദാൻ്റെ പ്രതിനിധിയുണ്ട്, അതുപോലെ തന്നെ ഖത്തറിൻ്റെ പ്രതിനിധി വന്നിട്ടുണ്ട്. പിന്നെ ഇസ്രായേലിൻ്റെ അംബാസിഡറുമായിട്ടും ഒരു ചർച്ച നരേന്ദ്രമോദി നടത്തിയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ബാലൻസിങ് ആക്റ്റും കൂടെ നടത്തുന്നുണ്ട്. ഈ സബ്മിറ്റിന് ശേഷം അദ്ദേഹം നേരെ ടെൽ അവീവിലേക്ക് പോകുന്നുണ്ട്. എന്ന് മാത്രമല്ല, വളരെ നാളായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് റെവേൻ ബാർ എന്നാണ്. വി ആർ അണ്ടർഗോയിങ് പ്രിപ്പറേഷൻസ്, ഞങ്ങൾ തയ്യാറെടുത്തിട്ടിരിക്കുകയാണ്. ആൻഡ് ഇൻ ഡ്യൂ ടൈം ദ ഡിക്ലറേഷൻ വിൽ കം, സമയമാകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം, ഞങ്ങൾ പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളുമായിട്ട് വളരെ ബാലൻസ് ചെയ്തുള്ള സന്തുലിതമായിട്ടൊരു ബന്ധം ഇന്ത്യ കാത്തു സൂക്ഷിക്കുക. നോക്കൂ, അമേരിക്കയുമായിട്ട് യാതൊരു പിണക്കവും ഇന്ത്യ കാണിച്ചിട്ടില്ല. അവർ ഈ ചുങ്കം എന്ന് പറയുന്ന തോന്നിയാസമൊക്കെ കാണിച്ചിട്ടും അത് അമേരിക്കയെപ്പോൾ തന്നെ അമേരിക്കയുടെ ശത്രു രാജ്യമായിട്ടുള്ള വിപരീത ധ്രുവത്തിലുള്ള റഷ്യയുമായിട്ടും വലിയ ചങ്ങാത്തത്തിലാണ്. അതുപോലെ തന്നെയാണ് ചൈനയുമായിട്ട് നമുക്കൊരു തരത്തിലുള്ള പിണക്കവുമില്ല, വളരെ ഭദ്രമായ ബന്ധങ്ങളാണിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ബംഗ്ലാദേശും കാര്യമായിട്ട് യാതൊരു വിധമായിട്ടുള്ള വിമർശനവും അടുത്തിടെയായിട്ട് ഇന്ത്യക്ക് നേരെ നടത്തുന്നില്ല. അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഒരുമാതിരി സൗഹൃദത്തിൽ തന്നെ ബന്ധം വഷളാക്കാതെ തന്നെ പോകുന്നു. അതേസമയം പാകിസ്ഥാനുമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഭീകരവാദത്തിന് 0 ടോളറൻസ് ആയതുകൊണ്ട് അവരുമായിട്ട് നമുക്ക് ബന്ധം വഷളാവാതിരിക്കാൻ തരമില്ല. അപ്പോൾ പാകിസ്ഥാൻ, അതുപോലെ തന്നെ അമേരിക്ക, ഈ രാജ്യങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയും ഇന്ത്യ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും രാജ്യങ്ങളുമായിട്ട് സുസ്ഥിരവും ഭദ്രവും അതുപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പുലർത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാനുമായിട്ട് പോലും ലോകത്തിലെ രാജ്യങ്ങളെയെല്ലാം പേടിപ്പിച്ച് ഇറാനുമായിട്ട് ബന്ധം പാടില്ല എന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തുമ്പോഴും ഇന്ത്യയുടെ
രാജ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഒരു പവൻ കപൂറുണ്ട്. അദ്ദേഹം ടെഹ്റാനിലേക്ക് പോയിരിക്കുകയാണ്. ടെഹ്റാനിൽ പോയിട്ട് അവിടുത്തെ രാജ്യസുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അലി ലറൻജാനി അദ്ദേഹവുമായിട്ട് വിശദമായ ചർച്ചകൾ നടത്തിയിരിക്കുന്നു. ആർക്കുണ്ട് ഈ തൻ്റെ ഇടം? അമേരിക്കൻ പടക്കപ്പലുകൾ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ ഇറാനെ വളഞ്ഞിരിക്കുകയാണ്. ആ സന്ദർഭത്തിലും ഇന്ത്യ ഇറാനുമായിട്ട് ഞങ്ങളിപ്പോഴും നിങ്ങളുമായിട്ട് സൗഹൃദത്തിലാണ്, ഞങ്ങൾക്ക് പിണക്കമൊന്നുമില്ല എന്ന സന്ദേശവുമായിട്ട് ഇറാനിലേക്കും പോയിരിക്കുകയാണ്. ആ തരത്തിൽ അമേരിക്കയെ വാസ്തവത്തിൽ വളഞ്ഞിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയാം. ആ തരത്തിലുള്ള തന്ത്രപരമായ ഒരു വളയലാണ് ഇപ്പോൾ അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വളയലാണിപ്പോൾ അമേരിക്ക നേരിട്ടിരിക്കുന്നത്. അമേരിക്ക പാടെ ഒറ്റപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ നയം പരാജയപ്പെട്ടിരിക്കുന്നു. ട്രംപിൻ്റെ നാളുകൾ ഏതാണ്ട് അവസാനിച്ചും കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത്തരം ഒരു പോളിസിയും കൊണ്ട് അമേരിക്കയ്ക്ക് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ട്രംപിൻ്റെ വാഹനം അധികകാലം ഓടില്ല. കാരണം അതിൻ്റെ ഇന്ധനം തീർന്നിരിക്കുന്നു. ആ ഒരവസ്ഥയിലാണ് ഇന്ന് അമേരിക്ക എത്തിപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ രാജ്യങ്ങളെയെല്ലാം വെറുപ്പിച്ചുകൊണ്ട് അമേരിക്ക വലിയ രാജ്യമായി തീരാൻ സാധ്യതയില്ല. മേക്ക് അമേരിക്ക ബിഗ് അഗെയിൻ എന്നുള്ളത് മേക്ക് അമേരിക്ക ഗോ എവേ എന്ന് ഉള്ള മുദ്രാവാക്യമായിട്ട് ലോകം എമ്പാടും പരിണമിച്ചിരിക്കുന്ന വളരെ ദയനീയമായൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. അതേസമയം അമേരിക്ക ശിക്ഷിച്ച 50% ഭീകര ചുങ്കം ഏർപ്പെടുത്തിയ ഇന്ത്യ ഉത്തരോത്തരം എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഒരു പീക്കാണ്, ഒരു ക്ലൈമാക്സ് ആണ് ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ഇസ്ലാമിക് ഉച്ചകോടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.